ഹായ്, എല്ലാവർക്കും സ്വാഗതം. ഇന്ന് സൈലം ബി എസ് സിയുടെ യൂട്യൂബ് ചാനലിലൂടെ വളരെ പ്രധാനപ്പെട്ട ഒരു ഇൻഫോർമേഷനാണ് പാസ് ചെയ്യുന്നത്. നമ്മുടെ കേരളത്തിൽ ടീച്ചർ ജോലി സ്വപ്നം കാണുന്ന ഒരുപാട് മക്കളുണ്ട്. സ്കൂളിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നവർ, അല്ലെങ്കിൽ തന്നെ അതായത് കേട്ടിട്ട് ക്രാക്ക് ചെയ്യാതെ സ്കൂളിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നവർ, പുതുതായി പഠിച്ചുകൊണ്ടിരിക്കുന്നവർ, അങ്ങനെയൊക്കെ എല്ലാവരുടെയും ഒരു പ്രശ്നമാണ് ഇപ്പോൾ കേട്ടിട്ട് ടീച്ചിങ് എലിജിബിലിറ്റി ടെസ്റ്റ്. അതിന് വേണ്ടിയിട്ട് എങ്ങനെ പഠിക്കണം, അതിൻ്റെ മാസ്റ്റർ പ്ലാൻ എങ്ങനെ ആയിരിക്കണം തുടങ്ങിയ കാര്യങ്ങൾ ഉദ്യോഗാർത്ഥികളെ വല്ലാതെ കണ്ട് അലട്ടുന്നൊരു പ്രശ്നം കൂടിയാണ്. അപ്പോൾ കഴിഞ്ഞ വർഷങ്ങളിലായി സൈലം ബി എസ് സി വളരെ ഭംഗിയായിട്ട് തന്നെ കേറ്ററ്റിൻ്റെ ക്ലാസ്സുകൾ കൊണ്ടുപോവുകയും കേറ്ററ്റ് 1, 2, 3 ഒക്കെ ഏറ്റവും ഭംഗിയായിട്ട് അറ്റൻഡ് ചെയ്യുകയും അത് ക്രാക്ക് ചെയ്യുകയും അവരുടെ സന്തോഷം നമ്മളുടെ അടുത്ത് പങ്കുവയ്ക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. കാരണം കേറ്ററ്റ് ക്രാക്ക് ചെയ്യാനായി എൻ്റെ സ്വപ്നത്തിൻ്റെ ആദ്യ പടി ഞാൻ കടന്നിരിക്കുകയാണ് ഗുർവി എന്നൊക്കെ പറഞ്ഞ് എന്നെയും ഇവിടെ ടീം ക്യാപ്റ്റൻ മൻസൂസാനെയും മറ്റുള്ള കേറ്ററ്റിലെ എല്ലാ അധ്യാപകരെയും ഒക്കെ വിളിച്ച് കുട്ടികൾ അവരുടെ സന്തോഷം പങ്കുവച്ചു. അപ്പോൾ എനിക്ക് തോന്നി ഇങ്ങനൊരു ഇൻഫോർമേഷൻ നമ്മുടെ കേറ്ററ്റ് പരീക്ഷയ്ക്കായി കാത്തിരിക്കുന്ന മക്കൾക്കായിട്ട് തരണമെന്ന്. അതുകൊണ്ടാണ് സൈലം ബി എസ് സിയുടെ യൂട്യൂബ് ചാനലിലൂടെ ഇങ്ങനൊരു വീഡിയോ ഇടുന്നത്. വീഡിയോ വിശദമായി കാണുക. അടുത്ത കേറ്ററ്റിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവർക്ക് ഇതൊരു വലിയൊരു ഇൻഫർമേഷനായി തീരട്ടെ. ഇനി എങ്ങനെയാണ് ഒരു കേറ്ററ്റ് പരീക്ഷ നമ്മൾ ക്രാക്ക് ചെയ്യുന്നത്? ആ ക്രാക്ക് ചെയ്യുന്നത് സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഒരു സ്റ്റഡിയാണ് പ്രധാനമായിട്ട് വേണ്ടത്. കേറ്ററ്റ് 1, 2, 3 എന്നിങ്ങനെ ഇത് കാറ്റഗറൈസ് ചെയ്തിട്ടുണ്ട്, 4 എന്നിങ്ങനെ കാറ്റഗറൈസ് ചെയ്തിട്ടുണ്ട്. അതിൽ ഞാനിപ്പോൾ ഇന്ന് പറയാൻ പോകുന്നത് കേറ്ററ്റ് 1, 2, 3 മലയാളം സബ്ജക്റ്റിനെ കുറിച്ചാണ്. അപ്പോൾ കേറ്ററ്റ് 1 മലയാളം എങ്ങനെയാണ് പഠിക്കേണ്ടത്, എന്തൊക്കെയാണ് ചോദ്യങ്ങളായിട്ട് വരുന്നത്? വരും വീഡിയോസിൽ നിങ്ങൾക്ക് കേറ്ററ്റ് 1ൻ്റെയും 2ൻ്റെയും 3യുടെയും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ വെച്ചിട്ട് ഞാനൊരു വിശദമായ വീഡിയോ ചെയ്യുന്നുണ്ട്. ഇങ്ങനെയൊക്കെയാണ് ക്വസ്റ്റ്യൻ വരുന്നത് എന്ന് കാണിച്ചിട്ട് അതിൻ്റെ ഒരു അവെയർനെസ് ആയിട്ട് നല്ലൊരു വീഡിയോ തരാം. ഇപ്പോൾ നമുക്ക് വേണ്ടത് ഇൻട്രൊഡക്ഷനാണ് അല്ലേ, എങ്ങനെ പഠിക്കണം, എന്തൊക്കെയാണ് ഈ സിലബസിനകത്തുള്ളത് തുടങ്ങിയ കാര്യങ്ങളാണ്. കേറ്ററ്റ് 1ൻ്റെ മലയാളത്തിലേക്ക് വരുവാണെങ്കിൽ നമുക്ക് നോക്കാം. മലയാളം അതായത് ലാംഗ്വേജ്, അതായത് അതിൻ്റെ സിലബസിൻ്റെ സെക്കൻഡ് പാർട്ടായിട്ടാണ് ലാംഗ്വേജ് ഇട്ടിരിക്കുന്നത്. അതിൽ മലയാളം, കന്നഡ, തമിഴ് എന്നിങ്ങനെ കാറ്റഗറൈസ് ചെയ്തിട്ടുണ്ട്. നമുക്കിപ്പം മലയാളം 30 മാർക്കിനാണ് ചോദിക്കുന്നത്. അപ്പോൾ 30 മാർക്കാണ് കേറ്ററ്റ് 1ൻ്റെ മലയാളത്തിലുള്ളത്. ഇതിൽ നിന്ന് നിങ്ങൾക്ക് എന്ത് മനസ്സിലായി? ഒരു ഇമ്പോർട്ടൻ്റ് ഫാക്റ്റാണ് മലയാളം അല്ലേ, മാതൃഭാഷാ പഠനം. നിങ്ങൾ കേറ്ററ്റും പാസ്സായി 2027 LP UP ഒക്കെ ആദ്യ റാങ്കിലൊക്കെ വന്ന് സ്കൂളിലേക്ക് ചെല്ലുമ്പോൾ നമ്മുടെ ആ മക്കളെ പഠിപ്പിക്കാൻ പോകുന്ന ബോധന മാധ്യമം മലയാളത്തിലാണ്. മാതൃഭാഷാ പഠനത്തോടൊപ്പം എല്ലാ വിഷയങ്ങളും മലയാളത്തിലാണ് മക്കളെ പഠിപ്പിക്കാൻ പോകുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും മലയാളത്തിൽ നിങ്ങൾ വളരെ പ്രവീണരായിരിക്കണം, മലയാളത്തിൽ നല്ല ഗ്രാഹ്യമുണ്ടായിരിക്കണം, വരുന്ന ചോദ്യങ്ങൾ ഏറ്റവും ഭംഗിയായി അറ്റൻഡ് ചെയ്യാൻ അറിഞ്ഞിരിക്കണം. അപ്പം അങ്ങനെ അവതാരണ ഗദ്യം ഒരു സേഫ് സോണാണ് മക്കളെ. 5 മാർക്ക്, 5 ബഹുവികൽപ്പ ചോദ്യം. എന്താണ് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യനെയാണ് ബഹുവികൽപ്പം എന്ന് പറയുന്നത്. അത് കേട്ട് പേടിക്കൊന്നും വേണ്ട കേട്ടോ. അപ്പോൾ ഒരു ഗദ്യഭാഗം തന്നേക്കും, ആ ഗദ്യഭാഗം ഭംഗിയായി വായിച്ച് അതിൽ ഉൾക്കൊള്ളുന്ന ആശയം നിങ്ങൾ ഗ്രഹിച്ച് അതിൽ നിന്ന് 5 ചോദ്യങ്ങളുടെ ഉത്തരവാണ് എഴുതേണ്ടത്. അത് താരതമ്യേന എനിക്ക് തോന്നുന്നു ക്വസ്റ്റ്യൻ പേപ്പറിലെ സേഫ് സോണാണ്. കവിത അവതരണത്തിനേക്കാളും ഗദ്യ അവതരണമാണ് എളുപ്പം. ഒന്ന് വായിച്ചാൽ ഉറപ്പായിട്ട് ഈ 5 മാർക്ക് സ്വായത്തമാക്കാനായിട്ട് സാധിക്കും. പിന്നെയുള്ളത് അവതരണമാണ്, അവതരണം എന്നാണ് കൊടുത്തിരിക്കുന്നത്. ആക്ച്വലി ഇതും അവതരണം തന്നെയാണ്. ഇതിന് 5 മാർക്കാണ് നമുക്കുള്ളത്. MCQ തന്നെയാണ്. കേന്ദ്ര ആശയം കണ്ടെത്തൽ. ഈ കവിതയിൽ കവി ഉദ്ദേശിക്കുന്ന ആശയം എന്താണ്, അല്ലെങ്കിൽ കവി എന്താണ് കവിത കൊണ്ട് ഉദ്ദേശിക്കുന്നത്, അതാണ് കേന്ദ്ര ആശയം. അല്ലാതെ പിന്നെ ഒരു കവിതയെക്കുറിച്ച് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. ഒരു ടീച്ചറിന് ആ കവിത കുട്ടികളെ പഠിപ്പിക്കുമ്പോൾ അതിൻ്റെ ആശയം ഉൾക്കൊള്ളാൻ ടീച്ചറിനാകണം അല്ലേ. അപ്പോൾ കേന്ദ്ര ആശയം കണ്ടെത്തണം. 2 കാവ്യബിംബങ്ങൾ, അതിലെന്തെങ്കിലുമൊക്കെ ബിംബങ്ങളുണ്ടോ, കാവ്യബിംബങ്ങളായിട്ട് ഇരുട്ടിനെയും ചിലപ്പോൾ കാറ്റിനെയും പ്രകൃതിയെയും ഒക്കെയാണ് ബിംബങ്ങളായിട്ട് കവി കൽപ്പിക്കുന്നത്. അങ്ങനെയുള്ള ബിംബങ്ങളുണ്ടോ? വ്യാഖ്യാനിക്കൽ, അല്ലെങ്കിൽ കവിത ഒന്ന് വായിച്ച് അതിൻ്റെ വ്യാഖ്യാനം തയ്യാറാക്കുന്ന രീതിയിലേക്കുള്ള വ്യാഖ്യാനിക്കലും എന്താണ് അതിൻ്റെ ഒരു ആശയമായിട്ട് വരുന്നുണ്ട്. അപ്പോൾ അതും എന്താണ് നമുക്ക് 5 മാർക്കാണ് ആ ഒരു ഏരിയയിൽ നമുക്ക് കിട്ടുന്നത്.
പിന്നെ വരുന്നത് മാതൃഭാഷ ബോധനശാസ്ത്രമാണ്. ഏറെക്കുറെ കേറ്ററ്റിന്റെ എല്ലാ കാറ്റഗറികൾക്കും 1, 2, 3 എല്ലാം തന്നെ ബോധനശാസ്ത്രം ഏതാണ്ട് സെയിം തന്നെയാണ്. അതിൽ ഭാഷാ പഠന സിദ്ധാന്തം, വ്യത്യസ്ത കഴിവുകളുള്ള കുട്ടികൾക്ക് പ്രത്യേക പരിഗണന നൽകുന്ന ഭാഷാ പഠനം, ബഹുമുഖ ബുദ്ധിയൊക്കെ അതിനകത്താണ് വരുന്നത്. പാഠ്യപദ്ധതി വിനിമയത്തിന്റെ രീതിശാസ്ത്രം തുടങ്ങിയവയാണ് ഇതിനകത്ത് വരുന്നത്. അതായത് നമുക്കറിയാം പെഡഗോജി പാർട്ട്, അതാണ് ഇവിടെ ബോധനശാസ്ത്രം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. 10 മാർക്കിനാണ് പെഡഗോജി ഉള്ളത്. ആ 10 മാർക്കിന്റെ കണ്ടന്റ് നന്നായിട്ട് വായിച്ചു വെക്കണം. ഇനിയുള്ളത് ഭാഷ, സാഹിത്യം, സംസ്കാരമാണ്. അതും 10 മാർക്കിന് തന്നെയാണ്. അതിനകത്ത് എന്തൊക്കെയാണ് വരുന്നത്? ശൈലികൾ, പ്രയോഗങ്ങൾ, അപ്പൊ ശൈലികൾ, പ്രയോഗങ്ങൾ ഒരു റെസ്ട്രിക്റ്റഡ് ഏരിയ ആണ്. കുറച്ച് ശൈലികൾ, അതുപോലെ തന്നെ കുറച്ച് പഴഞ്ചൊല്ലുകൾ. അപ്പൊ ശൈലി എന്ന് ഇതിനകത്ത് പറയണമെങ്കിലും ചിലപ്പോൾ ചോദിച്ചു വരുമ്പോൾ പഴഞ്ചൊല്ലും ആകാം. ചില ഇഡിയംസ്, അതായത് മലയാളത്തിൽ പ്രയോഗിക്കുന്ന, ഇംഗ്ലീഷിൽ ഇഡിയം എന്ന് പറയുന്ന മലയാളത്തിലെ ചില പ്രയോഗങ്ങൾ, പഴഞ്ചൊല്ലുകൾ ഒരു പ്രധാന പാർട്ടാണ്. സാഹിത്യ രൂപങ്ങളില്ലേ, പാട്ടകഥയോ അല്ലെങ്കിൽ എന്താണ് ചമ്പു, അതുപോലെ പാട്ട്, മണിപ്രവാളം തുടങ്ങിയ സാഹിത്യ രൂപങ്ങൾ. പിന്നെന്താണ് താളബോധം കണ്ടെത്തണം. ഒരു കവിത തന്നിട്ട് ഒരു 4 സെക്ഷൻ കവിത തരാം. ചെറുശ്ശേരിയുടെ കൃഷ്ണഗാഥ ഉണ്ടാവും, എഴുത്തച്ഛൻ്റെ അധ്യാത്മരാമായണം കിളിപ്പാട്ടുണ്ടാവും, ഉത്തരാധുനിക കവികളുടെ ഏതെങ്കിലും കവിതകളുണ്ട്. ഇതൊക്കെ ഒന്ന് ചൊല്ലി നോക്കിയിട്ട് അതിൽ സമാന താളമുള്ള വരികൾ കണ്ടെത്തുക എന്ന് പറഞ്ഞുള്ളൊരു ക്വസ്റ്റ്യൻ ഉണ്ടാവും. അതാണ് താളബോധം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അത് 10 മാർക്കിനാണ് നമുക്കുള്ളത്. അങ്ങനെ 10, 20, 25, 30 ടോട്ടൽ 30 മാർക്കിനാണുള്ളത്. താരതമ്യേന കേറ്ററ്റ് 1 എളുപ്പമാണ്. ഇപ്പൊ നടന്ന പരീക്ഷയുടെ ചോദ്യ വിശകലനം ഉൾപ്പെടെ സൈലം BScയുടെ യൂട്യൂബ് ചാനലിൽ ഉണ്ടാവും നിങ്ങൾക്ക് വിശദമായ വീഡിയോ. അപ്പൊ പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്നവർക്ക് എല്ലാവിധ സപ്പോർട്ടും സൈലം BScയുടെ യൂട്യൂബ് ചാനൽ, ടീച്ചിങ് എക്സാം ചാനലുണ്ട്, അതുവഴി നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. പിന്നെ ഉള്ളത് കാറ്റഗറി 2വിലേക്ക് നമ്മൾ വരികയാണെങ്കിൽ അതും ഇതുപോലെ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ സെയിം തന്നെയാണ്. 30 മാർക്കിനാണ്. അതുപോലെ ഗദ്യാവതാരണം, കേന്ദ്രാശയം, വിശകലനം, നിഗമന രൂപീകരണം അല്ലേ? ഇവിടെ എന്താണ് ഉണ്ടായിരുന്നത്? കേന്ദ്രാശയം, നിഗമന രൂപീകരണം, അതായത് ഒരു പാരഗ്രാഫ് തന്നിട്ട് ഏതെങ്കിലും ഇപ്പൊ കുട്ടിക്കൃഷ്ണമാരാരുടെയോ അല്ലെങ്കിൽ നമ്മൾ എന്താ പറയാ ചിലപ്പോൾ കുട്ടിക്കൃഷ്ണമാരാരുടെ, ചിലപ്പം MP പോളിന്റെയോ അല്ലെങ്കിൽ ജോസഫ് മുണ്ടശ്ശേരിയുടെയൊക്കെ നിരൂപണങ്ങളൊക്കെ ഇല്ലേ, അതൊക്കെ ആയിരിക്കും പലപ്പോഴും തരുന്നത്. ചിലപ്പോൾ ആരെങ്കിലും ഒക്കെ എഴുതുന്ന ആർട്ടിക്കിൾ ആയിരിക്കും. അതൊക്കെ നമുക്ക് മോഡലേ ചെയ്യാൻ പറ്റുള്ളൂ. അല്ലാതെ നമ്മൾ തരുന്ന പാരഗ്രാഫ് ഒന്നും അല്ല പരീക്ഷയ്ക്ക് ചോദിക്കുന്നത്, മോഡലാണ്. നമ്മൾ കുറച്ച് മോഡൽ ചെയ്ത് നോക്കുമ്പോൾ മനസ്സിലാവും എങ്ങനെയാണ് അതിൽ നിഗമനത്തിലും എത്തേണ്ടത്. കേന്ദ്രാശയം, ഈ ഒരു പാരഗ്രാഫിന്റെ ആശയം എന്താണ്, അതുപോലെ നമ്മൾ തന്നെ എന്താണ് ആ പാരഗ്രാഫിൽ പറയുന്നത് എന്നുള്ള ഒരു നിഗമനത്തിലേക്കും ഒരു കേന്ദ്രാശയം രൂപീകരിക്കലിലേക്കും ഒക്കെ നമ്മൾ എത്തിച്ചേരുന്നു. അപ്പൊ അങ്ങനെയാണ് എന്ത് വരുന്നത്, ഈ ഒരു ഗദ്യത്തിന്റെ രീതിയിലേക്ക് നമ്മൾ എത്തിച്ചേരുന്നത്. പിന്നെയുള്ളത് അവതരണം, പദ്യമാണ്. അതിനകത്തും കേന്ദ്രാശയം കണ്ടെത്തൽ, അർത്ഥസാധ്യത കണ്ടെത്തൽ, വ്യാഖ്യാനമൊക്കെയാണ് അതിനകത്ത് പോയി. കവി എന്താണോ ഉദ്ദേശിക്കുന്നത് അതാണ്. അതും 5, ഇതും 5, രണ്ടും MCQ തന്നെ. ഇനി നേരത്തെ പറഞ്ഞതുപോലെ ഭാഷാ പഠനം സംബന്ധിച്ച സിദ്ധാന്തം, വ്യത്യസ്ത കഴിവുകളുള്ള കുട്ടികൾക്ക് പ്രത്യേക പരിഗണന, പാഠ്യപദ്ധതി, അതായത് ഈ കാഴ്ചശക്തി പരിമിതി, കേൾവി പരിമിതിയുള്ള കുട്ടികളോ പിന്നെ വിശേഷ ബുദ്ധി, അതായത് കുട്ടികൾക്ക് പെട്ടെന്ന് ഗ്രഹിക്കാൻ, അതായത് പഠന വൈകല്യമുള്ള കുട്ടികളൊക്കെ അല്ലേ, അപ്പോൾ അവർക്കൊക്കെ കൊടുക്കേണ്ടുന്ന പരിഗണനകൾ തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് ഇതിനകത്ത് വരുന്നത്. അങ്ങനെ അത് 10 മാർക്കിനാണുള്ളത്. കേറ്ററ്റ് 1നും 2വിനും ഒരേ സിലബസ് തന്നെയാണ്. ഇനി ഭാഷ, സാഹിത്യം, സംസ്കാരം, അതിലേക്ക് വരികയാണെങ്കിൽ ശൈലികൾ, പ്രയോഗങ്ങൾ, പ്രായോഗിക വ്യാകരണം, പഴഞ്ചൊല്ല്. ഇനി അഡീഷണൽ നോക്കൂ, നേരത്തെ നമ്മൾ കാണാത്തത് സാഹിത്യത്തിലെ നൂതന പ്രവണതകളാണ്. ഉത്തരാധുനിക സാഹിത്യത്തിലെ ഒരു എന്തെങ്കിലുമൊക്കെ അപ്ഡേഷൻ മലയാള സാഹിത്യത്തിൽ വന്നിട്ടുണ്ടോ, അങ്ങനെയൊക്കെയുള്ള നൂതന പ്രവണതകൾ, കാവ്യശാസ്ത്രം, അതുപോലെ താളബോധം, ഇത്രയാണ് നമുക്ക് കേറ്ററ്റ് 2വിന്റെ മലയാളത്തിൽ വരുന്നത്. അത് 10 മാർക്കിന്. ബോധനശാസ്ത്രം 10, ഗദ്യാവതാരണം 10, പദ്യാവതാരണം 10. ഓക്കെ അല്ലേ? അങ്ങനെ ഇതും 30 മാർക്കിനാണുള്ളത്. ഇനി ഇവിടെ നമുക്ക് നോക്കുമ്പോൾ കേറ്ററ്റ് 1ലാണെങ്കിലേ ഈ ബോധനശാസ്ത്രം 1ാം ക്ലാസ് മുതൽ 4ാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്കുള്ള പെഡഗോജിയാണ്. അതേസമയം കേറ്ററ്റ് 2വിലേക്ക് വരുമ്പോൾ ക്ലാസ് 6 to 8 വരെയുള്ള ഹൈസ്കൂൾ തലത്തിലേക്ക് കണ്ടന്റ് വരും. ഹൈസ്കൂൾ തലത്തിൽ തന്നെ UP നിലവാരം അല്ലേ, UP നിലവാരത്തിലേക്കാണ് വരുന്നത്. ഏതാണ്? 6
6 to 8 വരെയുള്ള പെഡഗോജിയാണ് അതിനകത്ത് വരുന്നത്. ഇനി കേറ്ററ്റ് 3യിലേക്ക് വരാം നമുക്ക്. അവിടെയും മാർക്കിൽ വ്യത്യാസമൊന്നുമില്ല. ഈ പറഞ്ഞതുപോലെ കുറച്ചുകൂടി ഒരു വ്യത്യാസം സിലബസിന്റെ ഡിസ്ട്രിബ്യൂഷനിൽ നമ്മൾ കാണുന്നുണ്ട്. കുറച്ചൊരു വ്യത്യസ്തത വരുന്നുണ്ട്. അതിലൊന്നാണ് അവധാരണ ഗദ്യത്തിലെ കേന്ദ്രാശയം. നേരത്തെ പറഞ്ഞതുപോലെ നിരൂപണ കൃതികളിൽ നിന്നോ ആർട്ടിക്കിളുകളിൽ നിന്നോ ഒക്കെ തരുന്ന ആ ഒരു പാരഗ്രാഫ് ഭംഗിയായി വായിച്ച് കേന്ദ്രാശയം കണ്ടെത്തൽ, വിശകലനം ചെയ്യൽ. അതിനെ നമ്മൾ തന്നെ ഒന്ന് വിലയിരുത്തണം, എന്താണ് ആ പാരഗ്രാഫിൽ ഉദ്ദേശിക്കുന്നതെന്ന്. പിന്നെയുള്ളതാണ് വ്യാഖ്യാനിക്കൽ. അതിനൊന്ന് നമ്മൾ വ്യാഖ്യാനിച്ചെടുക്കണം, അല്ലെ, എന്താണ് ആ എഴുതിയ ആൾ ഉദ്ദേശിക്കുന്നത് എന്നുള്ളത്. ആശയങ്ങളുടെ പരസ്പര ബന്ധം കണ്ടെത്തൽ കൂടിയുണ്ട്. കുറച്ചുകൂടി സീരിയസ് ആയിട്ടാണ് കേറ്ററ്റ് 3 സമീപിക്കേണ്ടത്. ഒരു ഗദ്യം കിട്ടിയാൽ അതിനകത്ത് പറയപ്പെടുന്ന, ചർച്ച ചെയ്യപ്പെടുന്ന വിവിധ ആശയങ്ങളുണ്ട്, അതിനെ ഒന്ന് ബന്ധിപ്പിക്കണം. പിന്നെയുള്ളത് സംഗ്രഹിക്കലാണ് അതിനകത്ത് വരുന്നത്. അപ്പം കൺക്ലൂഷനിൽ നമ്മൾ എത്തിച്ചേരണം. ജോസഫ് മുണ്ടശ്ശേരിയുടെയോ കുട്ടിക്കൃഷ്ണമാരാരുടെയോ ഒരു നിരൂപണ കൃതിയാണെങ്കിൽ അതിനൊന്ന് നമ്മൾ തന്നെ ഒന്ന് ഒരു ഫൈനൽ കൺക്ലൂഷനിൽ അവിടെ എത്തിച്ചേരണമെന്നുള്ളതാണ്. അതാണ് സംഗ്രഹിക്കൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. 5 മാർക്കാണ്. ഇനി പദ്യത്തിലേക്ക് വരുമ്പോഴാണെങ്കിലും കേന്ദ്രാശയം കണ്ടെത്തുകയാണ് ആദ്യഘട്ടം. രണ്ടത് വിശകലനം ചെയ്യലാണ്. വിശകലനം ചെയ്യണം നമ്മൾ തന്നെ. പിന്നെയുള്ളതാണ് വ്യാഖ്യാനിക്കൽ. നമ്മൾ തന്നെ അതിനൊരു വ്യാഖ്യാനം തയ്യാറാക്കണം. പിന്നെ ആശയങ്ങളുടെ പരസ്പര ബന്ധം കണ്ടെത്തൽ. കവിതയിൽ ഉടനീളം ഏതെങ്കിലും ഒരു ആശയം ചർച്ച ചെയ്യുന്നുണ്ടോ, അത് വിശകലനത്തിലൂടെ നമുക്ക് കിട്ടും. എന്നിട്ടാണ് നമ്മൾ അതിന് ഒരു വ്യാഖ്യാനത്തിലേക്ക് പോകുന്നത്. പിന്നെ ആശയങ്ങളുടെ പരസ്പര ബന്ധം നമ്മൾ നോക്കും. അതും കഴിഞ്ഞിട്ട് ആസ്വാദന അംശമാണ് അവിടെ കണ്ടെത്തേണ്ടത്. അതായത് ഒരു കവിത നന്നായിട്ട് വായിക്കുന്ന ആളിന് ആസ്വദിക്കാൻ പറ്റുന്നുണ്ടോ, ആസ്വാദനത്തിന്റെ ഏതൊക്കെ അംശമാണ് എടുക്കുന്നത് തുടങ്ങിയ കാര്യങ്ങളാണ് അവധാരണം പദ്യത്തില് വരുന്നത്. അതും 5 മാർക്ക് തന്നെ. ഇനി ആശയവിനിമയമാണ് അടുത്ത് വരുന്നത്. എന്താണ് ആശയവിനിമയം? അതിനകത്താണ് വാക്യശുദ്ധി, അർത്ഥബോധത്തോടെയുള്ള പദപ്രയോഗം, പദബോധം, സാന്ദർഭികമായും തെറ്റുകൂടാതെയും ഭാഷ പ്രയോഗിക്കാനുള്ള കഴിവ്. ഇതിനകത്ത് മാതൃഭാഷാ പഠനം കൂടാതെ നമ്മൾ വിവിധ വിഷയങ്ങൾ ഒരു ക്ലാസ്സിൽ കൈകാര്യം ചെയ്യുമ്പോൾ ബോധനശാസ്ത്രം മലയാളത്തിൽ, ബോധന മാധ്യമം മലയാളത്തിലായതുകൊണ്ട് അവിടെ ഒരു വാക്യം തെറ്റുകൂടാതെ എഴുതാൻ പറ്റണം, അർത്ഥബോധത്തോടെയുള്ള പദപ്രയോഗങ്ങൾ ചെയ്യാൻ കഴിയണം. ഫസ്റ്റ് ഓഫ് ഓൾ അത് ഒരു വാക്യശുദ്ധി ഉണ്ടായിരിക്കണം. സാന്ദർഭികമായും തെറ്റുകൂടാതെയും ഭാഷ പ്രയോഗിക്കാനുള്ള കഴിവ് വേണം. അങ്ങനെ 10 മാർക്കിനാണ് ഈ ഒരു ഭാഷാ പ്രയോഗം. ഇതിനെ നമുക്ക് വേണമെങ്കിൽ ഒരു ഷോർട്ടാക്കി ഈ ഒരു സിലബസ് രീതിയെ ഭാഷാ പ്രയോഗം എന്ന് തന്നെ പറയാം. അത്തരത്തിലൊരു ഭാഷാ പ്രയോഗത്തിലുള്ള പ്രാവീണ്യമാണ് അവിടെ നോക്കുന്നത്. അതിനകത്ത് ശൈലിയൊക്കെ കയറി വരും എങ്കിലും അവിടെ പ്രധാന അർത്ഥബോധത്തോടെ പദം പ്രയോഗിച്ചിരിക്കുന്നത്. ഇപ്പൊ ഉദാഹരണത്തിന് പിന്നെ എന്താണ്, മകന് ജോലി കിട്ടിയിട്ട് വേണം അച്ഛന് കണ്ണടയ്ക്കാൻ എന്നൊരു പ്രയോഗം കേൾക്കുമ്പോൾ കണ്ണടയ്ക്കുക എന്നുള്ളൊരു കേവലക്രിയ അല്ല അതിനകത്ത് വരുന്നത്. അച്ഛന് സ്വസ്ഥമായിട്ട് മരിക്കാൻ എന്നുള്ള അർത്ഥമാണ് ആ കണ്ണടയ്ക്കലില് വരുന്നത്, അല്ലേ? അപ്പൊ അതാണ് ഇപ്പൊ കോടി എന്ന പദത്തിന് 2 അർത്ഥമുണ്ട്. 1 കോടി പ്രണാമം അർപ്പിക്കുന്നു എന്ന് പറയുമ്പം അവിടെ കോടി എന്നുള്ള ഒരർത്ഥം. ഓണത്തിന് എനിക്കും കിട്ടിയ 1 കോടിയുണ്ട് എന്ന് പറയുമ്പോൾ പുതിയത് എന്നുള്ള അർത്ഥം. അത്തരത്തില് സാന്ദർഭികമായി പദങ്ങൾ മാറും. 4 അർത്ഥം വരും ഒരു പദത്തിന്. അമ്പരചുംബികളായ കെട്ടിടങ്ങൾ എന്ന് പറയുമ്പോൾ ആകാശവും, പീതാംബരധാരിയായ സന്യാസി എന്ന് പറയുമ്പോൾ വസ്ത്രവും. അത്തരത്തിൽ അമ്പരത്തിന് 2 അർത്ഥം കൽപ്പിച്ചെടുക്കാൻ നമുക്കാവണം. സാന്ദർഭികമായി പദപ്രയോഗങ്ങളെ പ്രയോഗിക്കാനും കൂടി കഴിയണം. ഇനിയുള്ളത് ഭാഷാജ്ഞാനമാണ്. അതിനകത്താണ് ശൈലികൾ, പഴഞ്ചൊല്ലുകൾ, പ്രയോഗങ്ങൾ എന്നിവ അർത്ഥബോധത്തോടെ ഉചിതമായി പ്രയോഗിക്കാൻ അറിയേണ്ടത്. പിന്നെയുള്ളത് 10ാം തരം നിലവാരം പ്രതീക്ഷിക്കാം. നമുക്കൊരു 10ാം തരം നിലവാരം, കാരണം LP UPയിലും 10ാം തരം നിലവാരത്തിലുള്ള പ്രായോഗിക വ്യാകരണമാണ് വരുന്നത്. അതായത് ഇപ്പം നമുക്കറിയാം നാമം, ക്രിയ, പിരിച്ചെഴുത്ത്, ചേർത്തെഴുത്ത്, സമാസം, പിന്നെ അതിനകത്ത് എന്താണ് ഭേദകം, തഥിതമൊക്കെ ഇപ്പോഴത്തെ കേട്ടിട്ട് 3 വന്നതാണ്. അപ്പൊ തഥിതം ഇതൊക്കെയാണ് പിന്നെ പ്രയോഗങ്ങൾ തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഈ ഒരു 10ാം തരം നിലവാരത്തിലെ പ്രായോഗിക വ്യാകരണത്തിൽ പ്രതീക്ഷിക്കാവുന്ന വ്യാകരണ ചോദ്യങ്ങളാണ്. അപ്പൊ ഇത്രയാണ് കേട്ടിട്ട് 3. ഇതൊരു നമുക്കുള്ളത്. ഇത് 30 മാർക്കിന്. മാർക്ക് ഡിസ്ട്രിബ്യൂഷനിൽ വ്യത്യാസമില്ല, പക്ഷെ ആ ഒരു കണ്ടന്റിൽ ചെറിയ മാറ്റങ്ങളൊക്കെ പ്രതീക്ഷിക്കാം. 1ഉം 2വിലെയും കണ്ടന്റ് പിന്നെ ഒരു അഡിഷനാണ് കുറച്ച് 3യിൽ വരുന്നത്. ബോധനശാസ്ത്രം 2വിൽ വരുമ്പോൾ 6ാം ക്ലാസ് മുതൽ 8ാം ക്ലാസ് വരെ വരുന്നു.
ഇത് നമ്മുടെ കാറ്റഗറി 1-ലാണെങ്കിൽ 1 മുതൽ 4 വരെയുള്ള ക്ലാസ്സുകളിലെ ബോധനശാസ്ത്രം. അപ്പം അത്തരത്തിലാണ് ഒരു കേറ്റിട്ട് 1, 2, 3. ഇനി നമുക്ക് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, നമ്മുടെ സൈലം PSCയിൽ ബാച്ച് സ്റ്റാർട്ട് ചെയ്യുകയാണ്. നിങ്ങൾക്ക് കാറ്റഗറി 1 1500 രൂപയ്ക്ക്, 1500-ൽ താഴെയുള്ള 1499 രൂപയ്ക്ക് കേറ്ററ്റ് കാറ്റഗറി 1 പർച്ചേസ് ചെയ്യാം. കേറ്ററ്റ് 2 1999 രൂപ. നിങ്ങളത് ഓർക്കണം, ഒന്നുകിൽ ടിൽ എക്സാം വരെയാണ് നിങ്ങൾക്കുള്ളത്, അല്ലെങ്കിൽ അത് എപ്പോഴാണോ കേറ്ററ്റിൻ്റെ എക്സാം വിളിക്കുന്നത് അതുവരെ സൈലം PSCയുടെ സൈലം ടീച്ചിങ് എക്സാം PSCയിൽ നിങ്ങൾക്ക് കേറ്ററ്റ് 1-ൻ്റെയും 2-ൻ്റെയും ക്ലാസ് കിട്ടും. ഇവിടെ ലൈവ് പ്ലസ് റെക്കോർഡഡ് ക്ലാസ് അവൈലബിൾ ആണ്. കാരണം ഞാൻ വീഡിയോയുടെ ആദ്യം പറഞ്ഞതുപോലെ പലപ്പോഴും നമ്മൾ പഠിക്കുന്ന ഉദ്യോഗാർത്ഥികൾ ഉണ്ടാവും അല്ലേ, അല്ലെങ്കിൽ നമ്മൾ സ്കൂളിൽ തന്നെ പഠിപ്പിക്കുന്ന അധ്യാപകരാണ് കേറ്ററ്റ് ഇപ്പോൾ കമ്പൽസറി ആക്കുന്നു എന്നുള്ളൊരു വാർത്തയും കേൾക്കുന്നു. അപ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ ആ ഒരു നമ്മുടെ ജോലിയോടൊപ്പം കേറ്ററ്റ് പഠനവും കൂടി കൊണ്ടുപോകണം. ഏറ്റവും പരിചിത സമ്പന്നരായ അധ്യാപകരുടെ ഒരു പാനൽ ആണ് കേറ്ററ്റ് 1, 2, 3 ബാച്ചൊക്കെ നിങ്ങളെ പഠിപ്പിച്ചെടുക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും എങ്ങനെയാണ് പരീക്ഷയുടെ ചോദ്യം വരുന്നത് ആ പൾസ് ഉൾപ്പെടെ അറിയാവുന്നവരാണ്. അപ്പോൾ അങ്ങനെയുള്ള കേറ്ററ്റ് 1 ഉം 2 നിങ്ങൾക്ക്, കേറ്ററ്റ് 1 ആണെങ്കിൽ 1499, കേറ്ററ്റ് 2 ആണെങ്കിൽ 1999 രൂപയ്ക്ക്. കേറ്ററ്റ് 3 ആണെങ്കിൽ അതിനകത്ത് ഏതൊക്കെയാണ് ഉള്ളതെന്ന് പറയാം. 1 ഇംഗ്ലീഷ്, 2 സോഷ്യൽ സയൻസ്, 3 നാച്ചുറൽ സയൻസ്, പിന്നെ ഫിസിക്കൽ സയൻസ്. കോമൺ ആയിട്ടാണ്, ഒരു കോമൺ പേപ്പറാണ് അതിനകത്ത് മലയാളം വരുന്നത്. അപ്പം ഇത്രയാണ് കേറ്ററ്റ് 3, അതായത് കാറ്റഗറി 3-ക്കകത്ത് നിങ്ങൾക്ക് സ്പെഷ്യലൈസ് ചെയ്തുകൊണ്ടുള്ള കണ്ടന്റ് വരുന്നത്. ഇതിനെല്ലാം കോമൺ ആണല്ലോ, നമ്മൾ പറഞ്ഞ ഇംഗ്ലീഷും മലയാളവും ഒക്കെ. അത് 2500 രൂപയ്ക്ക് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഒരു വർഷം ഓർക്കണം, നമുക്കിനി ആ ഒരു എക്സാം വരെയാണ് ഈ ഒരു വാലിഡിറ്റി ഉണ്ട്. എക്സാം വരെ കോഴ്സ് ബാച്ച് ഡ്യൂറേഷനും, അതുവരെ നിങ്ങൾക്ക് മോക്ക് ടെസ്റ്റുകൾ, സ്പെഷ്യൽ മെൻറ്റർഷിപ്പ്, എപ്പോൾ വേണമെങ്കിലും മെൻറ്ററിനെ വിളിച്ച് വിവരങ്ങൾ തിരക്കാം. അധ്യാപകരുടെ ടെലഗ്രാം ചാനലുകളിലൂടെ നിങ്ങളുടെ അതത് സമയത്തുണ്ടാകുന്ന ഡൗട്ട്സ് ക്ലിയർ ചെയ്യാം. അതുപോലെ തന്നെ നിങ്ങൾക്ക് തരുന്ന വീഡിയോയുടെ അടിയിലാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ കമൻസുകൾ ഇടാനുള്ള സൗകര്യമുണ്ട്. അങ്ങനെ വളരെ ഒരു സ്റ്റുഡൻറ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു ക്ലാസ്സാണ് കാറ്റഗറി 1, 2, 3 ക്ലാസ്സിലൂടെ കേറ്ററ്റിൻ്റെ സൈലം PSC നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ എന്തെങ്കിലുമൊക്കെ ഇതിനെ സംബന്ധിച്ച് നിങ്ങൾക്കൊരു എൻക്വയറി ആവശ്യമാണെങ്കിൽ എൻക്വയറി ഞാൻ മാറി നിന്ന് തരാം. ഇതാണ് നമ്മുടെ നമ്പർ എന്ന് പറയുന്നത്, 9995100800. ഓക്കെ അല്ലേ? ഒന്നുകൂടെ നമ്പർ പറയാം, 999510, അതുപോലെ 800 എന്ന നമ്പറിലേക്ക് വിളിച്ചാൽ നിങ്ങൾക്ക് എൻക്വയറി എടുക്കാവുന്നതാണ്. വിശദ വിവരങ്ങൾ അവിടെ അറിയാവുന്നതാണ്. അപ്പോൾ കേറ്ററ്റിൻ്റെ ക്ലാസ്സിൽ വെച്ച് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. ഓക്കെ, അപ്പോൾ ഓൾ ദി ബെസ്റ്റ്. കാറ്റഗറി 1, 2, 3 കേറ്ററ്റിന് വേണ്ടി ഇപ്പോൾ തന്നെ പ്രിപ്പറേഷൻ തുടങ്ങിക്കോളൂ. സൈലം കട്ട സപ്പോർട്ടായിട്ട് കൂടെയുണ്ട്. ബൈ.